കരിയർ കെയറിലേക്ക് സ്വാഗതം. നമുക്ക് നഴ്സിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ നോക്കാം. മെഡിക്കൽ രംഗത്തെ, ആതുര ശുശ്രൂഷ രംഗത്തെ കാരുണ്യത്തിൻ്റെ മുഖമാണ് നഴ്സിംഗ് എന്ന് പറയാറുണ്ട്. ഒരു ദിവസമെങ്കിലും ആശുപത്രി കിടന്നവർക്ക് ഈ കാരുണ്യത്തിൻ്റെ മുഖം തീർച്ചയായിട്ടും പരിചയമായിരിക്കും. പിറന്നു വീഴുന്ന കുഞ്ഞിൻ്റെ കണ്ണ് തിരുമ്മി തുറക്കുന്നത് മുതൽ വിട്ടുപോകുന്ന മനുഷ്യൻ്റെ കണ്ണ് തിരുമ്മി അടയ്ക്കുന്നത് വരെ ശരീരത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് നഴ്സാണ്. മാനസികമായ കാര്യങ്ങളിലും സാന്ത്വനത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ച് അവർക്ക് സമാധാനം ഉണ്ടാക്കി കൊടുക്കുന്നത് നഴ്സാണ്. എത്ര വിഷമം പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അവർ വരേണ്ടിയിരിക്കും, വേദനിക്കുന്നവരെ പരിചരിക്കേണ്ടിയിരിക്കും, മരണത്തോട് മല്ലടിക്കുന്നവരും കൊടിയ വേദന താങ്ങാനാവാതെ ഇരിക്കുന്നവരെയൊക്കെ സാന്ത്വനപ്പെടുത്തുന്ന നഴ്സുമാരാണ്. അപ്പോൾ നഴ്സിങ്ങിൻ്റെ പഠനത്തിൽ പോകുമ്പോൾ അംഗീകാരമുണ്ടോ നോക്കണം. ഇപ്പോൾ കേരള നഴ്സ് മിഡ്വൈസ് കൗൺസിലുണ്ട്. അവരുടെ അംഗീകാരമുണ്ട്. കേരളത്തിൽ മാത്രം നഴ്സായിട്ട് പ്രവർത്തിക്കാം. നേരെ മറിച്ച് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുണ്ട്. സ്ഥാപനത്തിൽ പഠിച്ചാൽ മാത്രമേ ഈ കേരളത്തിന് പുറത്തും ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അംഗീകാരം ഏറ്റവും പ്രധാനമാണ്. എന്തൊക്കെയാണ് നഴ്സിംഗ് കോഴ്സുകൾ? നഴ്സിംഗ് പല തലങ്ങളിൽ കോഴ്സുകളുണ്ട്. ഒന്ന് GNM എന്ന് പറയും, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി. അത് +2 ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി പഠിച്ചവർക്ക് 3 കൊല്ലം കൊണ്ട് നേടാവുന്ന ഡിപ്ലോമയാണ്. ഇനി ചിലപ്പോൾ ഇത് പഠിച്ച ആളുകളെ കിട്ടിയില്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങൾ പഠിച്ച +2 എടുക്കാം. പക്ഷേ സാധാരണ അങ്ങനെ വരാറില്ല. അവർക്കും അർഹതയുണ്ട് പഠിക്കാൻ. അപ്പോൾ കേരളത്തിലെ സർക്കാർ തലത്തിൽ ഒരു 14 സ്ഥാപനങ്ങൾ 14 ജില്ലകളുണ്ട്. അതുകൂടെ കൊല്ലത്ത് പട്ടികവർഗക്കാർക്ക് വേണ്ടി ഒരു പ്രത്യേക സ്ഥാപനം, 15 സ്ഥാപനമുണ്ട്. പിന്നെ ധാരാളം സ്വകാര്യ സ്ഥാപനങ്ങൾ ഈ ജനറൽ നഴ്സിംഗ് മിഡ്വൈഫറി പഠിപ്പിക്കുന്നുണ്ട്. അത് 130ഓളം സ്ഥാപനങ്ങൾ കേരളത്തിൽ മൊത്തമുണ്ട്. അത് ഒരു തലം. അടുത്ത തലം BSc നഴ്സിംഗ് ആണ്. ഈ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി പഠിച്ച +2 ജയിച്ച ആളുകൾക്ക് 4 വർഷം കൊണ്ട് ബിരുദം നേടാൻ സാധിക്കും. BSc നഴ്സിംഗ് ബിരുദം നേടാൻ സാധിക്കും. അത് അടുത്ത വഴിയാണ്. അത്തരം കോളേജുകൾ 164 കോളേജുകളോളം നഴ്സിംഗ് കോളേജുകൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ കേരളത്തിലെ നഴ്സുമാർ ലോകമൊട്ടുക്കും വളരെ പ്രസിദ്ധി നേടിയിട്ടുണ്ട്. അവരുടെ സേവനത്തിൻ്റെ മഹിമ കൊണ്ട് അവർ നല്ല പേര് കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള ആളുകളാണ് ഈ നഴ്സുമാർ. പിന്നെ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് എന്ന് പറയും. അപ്പോൾ GNM പാസ്സായവർക്ക് 2 കൊല്ലം കൊണ്ട് ഡിഗ്രി നേടാനുള്ള ഒരു വഴിയാണ് ഈ പോസ്റ്റ് ബേസിക് എന്ന് പറയുന്നത്. പിന്നെ MSc നഴ്സിംഗ് ഉണ്ട്. MSc നഴ്സിംഗ് പല വിഷയങ്ങളിൽ അത് സ്പെഷ്യലൈസേഷൻ വരും. അത് 55% മാർക്കോടെ BSc പാസ്സായവർക്ക് മാത്രമേ അതിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ, MSc പറ്റുകയുള്ളൂ. അതിനകത്തിപ്പോൾ പലതരത്തിലുള്ള സ്പെഷ്യലൈസേഷൻ അവർക്കുണ്ടായിരിക്കുകയും ചെയ്യും. പിന്നെ പോസ്റ്റ് ബേസിക്കിൽ തന്നെ ഒരു സ്പെഷ്യലൈസേഷൻ ഉള്ള നഴ്സിംഗ് ഉണ്ട്, പ്രത്യേക നഴ്സിംഗ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സ്പെഷ്യലൈസേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ MScയിൽ ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ കമ്മ്യൂണിറ്റി നഴ്സിംഗ്, മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് ഉണ്ട്, മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് ഉണ്ട്, പീഡിയാട്രിക് നഴ്സിംഗ് ഉണ്ട്, ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് ഉണ്ട്, ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി നഴ്സിംഗ് ഉണ്ട്. ഇതൊക്കെ BSc ഉള്ളതാണ്. ഈ പോസ്റ്റ് ബേസിക് സ്പെഷ്യലൈസേഷൻ പറഞ്ഞ് ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗ് ഉണ്ട്, കാർഡിയോ തൊറാസിക് നഴ്സിംഗ് ഉണ്ട്, ഡിസാസ്റ്റർ, നിയോനേറ്റൽ, അങ്ങനെ പലതരത്തിലുള്ള സ്പെഷ്യലൈസേഷൻ പോസ്റ്റ് ബേസിക് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന BSc നഴ്സിംഗ് ആയാലും GNM ആയാലും ജനറൽ നഴ്സിംഗ് ആണ്. അത് കഴിഞ്ഞ് വിശേഷ നഴ്സിംഗ് പഠിക്കാൻ പോസ്റ്റ് ബേസിക്കിലുണ്ട്, MScയിലുണ്ട്. പിന്നെ ഈ പ്രത്യേക തരത്തിലുള്ള ഇതിൽ 2 ന്യൂറോ നഴ്സിംഗും പറ്റും. തിരുവനന്തപുരത്ത് ശ്രീത്ര സെൻറ്ററുണ്ട്. ആ ശ്രീത്ര സെൻറ്ററിൽ കാർഡിയോ തൊറാസിക്, ന്യൂറോ സയൻസ് നഴ്സിംഗ് ഉണ്ട്. പിന്നെ അമൃത കോളേജിലും നഴ്സിംഗ് പഠന സൗകര്യമുണ്ട്. പിന്നെ ആയുർവേദ നഴ്സിംഗ് എന്നൊരു സ്ഥാപനമുണ്ട്. ആയുർവേദ നഴ്സിംഗ് പഠിപ്പിക്കുന്നത് MBR ആയുർവേദ മെഡിക്കൽ കോളേജ്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. അവിടെ ആയുർവേദ നഴ്സിംഗ് BSc ഉണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞു വന്ന് ചുരുക്കമായിട്ട് ഏതൊക്കെയാണ് നഴ്സിംഗ് കോഴ്സുകളുള്ളത് എന്ന് പറയുമ്പോൾ, ഒന്ന് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി 3 വർഷത്തെ കോഴ്സാണ്.
പിന്നെ ചെറിയൊരു പ്രോഗ്രാമുണ്ട് ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി +2 +2 ഏതെങ്കിലും +2 2 കൊല്ലത്തെ. അത് അധികം സ്ഥാപനങ്ങളില്ല. അത് താമസിയാതെ അത് വൈൻഡപ്പ് ചെയ്യുമെന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇപ്പോഴങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്. ഓക്സിലറി നഴ്സിംഗ് എന്ന് പറഞ്ഞ് 2 വർഷത്തെ ഒരു പ്രോഗ്രാമാണ്. 10-12 സ്ഥാപനങ്ങൾ, 6 സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. പക്ഷേ മുഖ്യത GNM ഉണ്ട്, നമ്മളെ പറയാം ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, ANM ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, BSc പോസ്റ്റ് ബേസിക് നഴ്സിംഗ്, പിന്നെ പോസ്റ്റ് ബേസിക് സ്പെഷ്യാലിറ്റി ഡിപ്ലോമ 12 മാസത്തിനും. ഇത്രയും കോഴ്സുകളാണ് നഴ്സിങ്ങിനുള്ളത്. ഈ നഴ്സിങ്ങിന് മറ്റ് ചില മാർഗങ്ങളുണ്ട്. വിദേശത്ത് പോകുന്നതും അത് സംബന്ധിച്ച് നമുക്ക് അടുത്തയാഴ്ച ചർച്ച ചെയ്യാം.